ഈ യോഗങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെയ്യുമുറകൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തിരുമന്ത്രത്തിലുണ്ട്. തിരുമന്ത്രം ഒരു ശിവയോഗ നൂലാണ്. അപ്പോൾ ശിവയോഗങ്ങൾ പറയുന്നത് മാത്രമല്ല, അങ്ങേര് തിരുമന്ത്രത്തിൽ നടരാജർ തത്വം പറയുന്നുണ്ട്. നടരാജർ തത്വം എന്ന് പറഞ്ഞാൽ നടരാജർ നമ്മൾ പറയുമ്പോൾ ചിദംബരം നടരാജർ നമുക്ക് അറിയാം. അതേമാതിരി പല സ്ഥലങ്ങളുണ്ട്. ചിദംബരം വന്ന് ആകാശതത്വം, അവിടെ വന്ന് ചിദംബരം. അതേമാതിരി പല സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലുമുണ്ട്, പഞ്ചഭൂത സ്ഥലങ്ങളിൽ നിന്നുണ്ട്. അത് വെള്ളി സഭ, താമ്രസഭ, കനകസഭ എന്നെ പല ഇതിലിരിക്കുന്നു. അപ്പം അതിൽ ശിവയോഗത്തിൻ്റെ പ്രിൻസിപ്പിളാണ് ഇരിക്കുന്നത് നടരാജർ തത്വത്തിൽ. നടരാജർ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഉടുക്കാൻ വെച്ചിരിക്കുന്നത് അത് ക്രിയേഷൻ, അതിൽ നിന്ന് നാദം, നാദത്തിൽ നിന്ന് ബിന്ദു, ഇങ്ങനെ ക്രിയേഷൻ വരുന്നു. അത് വന്ന് ബ്രഹ്മ, ക്രിയേറ്റീവ് എനർജി. രണ്ടാമത് ഒരു കൈ ഇങ്ങനെ വെച്ചിരിക്കും, അത് വന്ന് അഭയഹസ്തം, വിഷ്ണു, ഞാൻ എല്ലാத்தைയും പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഒരു കയ്യിൽ വന്ന് തീച്ചട്ടി, അത് കാലാക്കിനി, അത് വന്ന് എല്ലാം ഡെസൊല്യൂഷൻ എല്ലാം വന്ന് ലാസ്റ്റിൽ വന്ന് കംപ്ലീറ്റ് ചെയ്ത് ക്രിയേഷൻ കംപ്ലീറ്റ് ആയിട്ട് അടുത്തൊക്കെ ഉണ്ടാകുന്ന എല്ലാத்தையும் അതായത് ഡിസ്ട്രോയ് ചെയ്യുന്നതെന്നുള്ള ശൈവ സിദ്ധാന്തമില്ല. ഡെസൊല്യൂഷൻ, കാസൽ സ്റ്റേറ്റിൽ നിന്ന് റിസൾട്ടിൽ നിന്ന് കാസൽ സ്റ്റേറ്റിൽ പോകുന്ന ഈ കാലാക്കിനി അത് ചെയ്യുന്നുണ്ട്. അടുത്തത് നടരാജർ തത്വത്തിൽ ഒരു കാല വന്ന് ഒരു അസുരന്റെ മേലെയാണ് ഊന്നി. അത് കൊച്ചി എന്ന് വെച്ചാൽ കൊച്ചല്ലാതെ അസുരനാണ്. അത് അതിൻ്റെ പേര് ഊന്നി, അപസ്മാരം അതിൻ്റെ പേര്. അതിരിക്കുന്ന മഹേശ്വരൻ, അത് വന്ന് മനുഷ്യനക്ക് പോയ ജന്മത്തിൽ എന്തായിരുന്നു അടുത്തതെന്ന് അറിയിട്ട് അത് മറച്ചു വയ്ക്കുന്നത്, അത് കൺസീലിംഗ് പവർ. അടുത്ത നടരാജർക്ക് ഒരു കാല തൂക്കി നിൽക്കുന്നത്, അത് വന്ന് അതാണ് സദാശിവൻ, മുക്തി കൊടുക്കുന്ന കാല്. അതിൻ്റെ മേലെ 4 ഇത് കാണാൻ പറ്റില്ല, അതാണ് ബിന്ദു, നാദം, പരബിന്ദു, പരനാദം. ഇതാണ് ചിദംബരത്തിൽ വന്ന് ചിദംബര രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തത്വങ്ങളെ ആധാരങ്ങളിൽ നിലനിർത്തുന്നതാണ് ശിവയോഗങ്ങൾ. അതിൻ്റെ പ്രാക്ടീസ് ഈ തത്വങ്ങൾ അറിഞ്ഞാലേ അത് ശരിയാക്കാൻ പറ്റും. ഇതുപോലെ ശിവലിംഗ തത്വം, ഇതേക്കുറിച്ച് തിരുമന്ത്രത്തിലുണ്ട്. നടരാജർ തത്വത്തിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട്. അതേമാതിരി തിരുമന്ത്രത്തെ ശിവലിംഗ തത്വം. ശിവലിംഗ തത്വം എന്ന് വെച്ചാൽ ശിവന്റെ ലിംഗഭാഗം അതിൻ്റെ റൗണ്ടായിട്ടും അതിൻ്റെ താഴെ 1/3 അറുകോണം, അടുത്ത 4 കോണം, ഇങ്ങനെ സ്ക്വയർ ആയിട്ടിരിക്കും. ഈ ആവിടെ ഭാഗം എന്ന് പറയുന്നത് അത് ഒരു യോനി ഭാഗം, അതിനെ വന്ന് ഈ അറുകോണ ഭാഗത്തിൽ ഫിക്സ് ചെയ്യണം. ഇതാണ് ശിവലിംഗം. ഇങ്ങനെ പല കാര്യങ്ങൾ യൂസ്ഫുൾ ആവുന്നുണ്ട്. അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. തിയറി സൈഡും തിരുവനന്തപുരത്തിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. നന്ദി, നമസ്കാരം.